ഹായ് ചിൽഡ്രൻ, ഇന്ന് നമ്മൾ EVS എക്സാമിന് എന്തൊക്കെ പഠിക്കണം, എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് എന്നുള്ള കാര്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ഇവിടെ ശ്രദ്ധിച്ചിരിക്കണേ. നമ്മൾ എന്താണ് EVS ടെക്സ്റ്റ് ബുക്കിൽ പഠിച്ചിട്ടുള്ളത്? എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുത്തേ. പേജ് നമ്പർ 45 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ? നമ്മൾ എന്തൊക്കെ പഠിച്ചു? യൂസസ് ഓഫ് എയർ പഠിച്ചു, യൂസസ് ഓഫ് വാട്ടർ പഠിച്ചു, പിന്നെ സോഴ്സ് ഓഫ് വാട്ടർ പഠിച്ചു, ദ സ്കൈ പഠിച്ചു, സേഫ്റ്റി അറ്റ് ഹോം പഠിച്ചു അല്ലേ? ഇതിൽ നിന്നൊക്കെ yes or no ക്വസ്റ്റ്യൻസ് ആണ് എക്സാമിന് ചോദിക്കാറ്. മനസ്സിലായോ? ഈ ചാപ്റ്റേഴ്സ് നിന്ന് യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാറ്. അപ്പൊ നമുക്ക് അതിന്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. എല്ലാവരും ഇവിടെ നോക്കിക്കേ. റൈറ്റ് യെസ് ഓർ നോ. യെസ് ഓർ നോ എഴുതാനാണ് പറയുന്നത്. ഇവിടെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ പറയുന്നത് ശരിയാണെങ്കിൽ യെസ് എന്ന് എഴുതാം, തെറ്റാണെങ്കിൽ നോ എന്ന് എഴുതാം. മനസ്സിലായോ? നമുക്ക് വായിച്ചു നോക്കാം. ഫസ്റ്റ് വൺ, we can see stars in the daytime. ഡേ ടൈമിലാണ് സ്റ്റാർസ് കാണുന്നത് എന്നാണ് പറയുന്നത്. യെസ് ഓർ നോ? ഡേ ടൈമിലാണോ സ്റ്റാർസ് കാണുന്നത്? നോ. അപ്പൊ നമ്മൾ ഇവിടെ എന്താ എഴുതണം? നോ എന്ന് എഴുതണം. NO. നോ. ഓക്കെ. അടുത്തത്, we fill air in balloons. ബലൂൺസിൽ നമ്മൾ എയർ ഫില്ല് ചെയ്യാറുണ്ട്. യെസ് ഓർ നോ? യെസ്. ബലൂൺ, ബോൾസ്, ടയർ അതിലൊക്കെ എന്താണ്? എയർ ആണ് ഫില്ല് ചെയ്യുന്നത്. അപ്പൊ അത് പറയുന്നത് ശരിയാണ്. അപ്പൊ നമ്മൾ യെസ് എന്ന് എഴുതാം. YES. യെസ്. ഓക്കെ. അടുത്തത്, പ്ലാന്റ്സ് നീഡ് വാട്ടർ ടു ഗ്രോ. പ്ലാന്റ്സിന് വളരാന് വെള്ളം വേണം, വാട്ടർ വേണം എന്നാണ് പറയുന്നത്. ശരിയാണോ? ശരിയാണോ? അതെ, ചെടികൾക്കൊക്കെ വളരാന് വെള്ളം വേണം പറയുന്നത് ശരിയാണ്. അപ്പൊ നമ്മൾ എന്താ എഴുതണം? യെസ് എന്ന് എഴുതണം. ഓക്കെ. അപ്പൊ ഇതുപോലെ എക്സാമിന് യെസ് ഓർ നോ എഴുതാൻ ചോദിക്കാറുണ്ട്. അപ്പൊ നിങ്ങൾ അതൊന്ന് പഠിച്ചു വെക്കാം. പിന്നെ ഇതുപോലെ ആൻസേഴ്സ് എഴുതാൻ വരുന്ന ക്വസ്റ്റ്യൻസും എക്സാമിന് ചോദിക്കാറുണ്ട്. അപ്പൊ നമുക്ക് അതിന്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഇവിടെ നോക്കിക്കേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നെയിം 2 യൂസസ് ഓഫ് വാട്ടർ. നമ്മൾ യൂസസ് ഓഫ് വാട്ടർ എന്ന ചാപ്റ്ററിൽ ഒരുപാട് വെള്ളത്തിന്റെ ഉപയോഗങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? അതിൽ 2 എണ്ണം എഴുതാനാണ് പറയുന്നത്. ഏതൊക്കെയാണ് യൂസസ് ഓഫ് വാട്ടർ? 2 എണ്ണം നിങ്ങളൊന്ന് പറഞ്ഞേ. കുക്കിംഗ്, വാഷിംഗ്. വെരി ഗുഡ്. അത് നമുക്ക് ഇവിടെ എഴുതി കൊടുക്കണം. ഓക്കെ. കുക്കിങ്ങിന്റെ സ്പെല്ലിംഗ് എന്താണ്? COOKING. ഓക്കെ. അടുത്തത് വാഷിംഗ്, WASHING. ഓക്കെ. കുക്കിംഗ്, വാഷിംഗ്. ഓക്കെ. അടുത്തത് എന്താണ്? ഡാഷ് ഗിവ്സ് us light and heat. നമുക്ക് ലൈറ്റും ഹീറ്റും വെളിച്ചവും ചൂടൊക്കെ തരുന്നത് ആരാണ്? നമ്മൾ ദ സ്കൈ എന്ന ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. നമുക്ക് വെളിച്ചവും ചൂടൊക്കെ നൽകുന്നത് ആരാണ്? സൺ. വെരി ഗുഡ്. അപ്പൊ ഇവിടെ എന്ത് എഴുതണം? സൺ. സ്പെല്ലിംഗ് പറഞ്ഞേ. SUN. സൺ ഗിവ്സ് us heat and light. ഓക്കെ. അടുത്തത്, ഡാഷ് ചേഞ്ചസ് ഇറ്റ് ഷേപ്പ് എവറി ഡേ. എല്ലാ ദിവസവും അതിന്റെ ഷേപ്പ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഇത് നമ്മൾ ദ സ്കൈ എന്ന ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. ഏതാണ്? മൂൺ. വെരി ഗുഡ്. അപ്പൊ ഇവിടെ എന്ത് എഴുതണം? മൂൺ. സ്പെല്ലിംഗ് പറഞ്ഞേ. MOON. മൂൺ. മൂൺ ചേഞ്ചസ് ഇറ്റ് ഷേപ്പ് എവറി ഡേ. ഓക്കെ. അപ്പൊ ഈ സെന്റൻസും കറക്റ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ ആൻസേഴ്സ് എഴുതാൻ ചോദിക്കാറുണ്ട്. അപ്പൊ നിങ്ങൾ യൂസസ് ഓഫ് വാട്ടറിലെ 2 നെയിംസ് എഴുതാൻ പഠിച്ചു വെക്കുക. പിന്നെ അതുപോലെ നമ്മൾ സോഴ്സ് ഓഫ് വാട്ടറിലെ ഒരുപാട് നെയിംസ് പഠിച്ചിട്ടുണ്ട്. സീ, ലേക്ക്, റിവർ, പോണ്ട്. അതിൽ ഏതെങ്കിലുമൊക്കെ 2 നെയിംസ് നിങ്ങൾ എഴുതാൻ പഠിച്ചു വെക്കുക. പിന്നെ സൺ, മൂൺ ഇതിന്റെ ലെറ്റേഴ്സും പഠിച്ചു വെക്കുക. ഓക്കെ. മനസ്സിലായോ? നെയിം 2 സോഴ്സ് ഓഫ് വാട്ടർ പഠിച്ചു വെക്കുക. നെയിം 2 യൂസസ് ഓഫ് വാട്ടറും പഠിച്ചു വെക്കുക. സൺ, മൂൺ അതിന്റെ ലെറ്റേഴ്സും ഒന്ന് പഠിച്ചു വെക്കുക. ഓക്കെ. പിന്നെ എക്സാമിൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് മാച്ച് ദ ഫോളോവിങ്. ഓക്കെ. അത് ഗെയിംസിന്റെ ചാപ്റ്റേഴ്സ് ഒന്നും ചോദിക്കാറുണ്ട്.
ഫെസ്റ്റിവൽസിന്റെ ചാപ്റ്റേഴ്സ് ഒന്നും ചോദിക്കാറുണ്ട്. നമ്മൾ UKG ഫെസ്റ്റിവൽസ് പഠിച്ചിട്ടില്ല, പക്ഷെ നമ്മൾ LKG പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഗെയിംസ് എന്നും ഫെസ്റ്റിവൽസ് എന്നും ആണ് മാച്ച് ദ ഫോളോവിങ് ചോദിക്കാറ്. അപ്പൊ നമുക്ക് അതിന്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ ചെയ്തു നോക്കാം. എല്ലാവരും ഇവിടെ നോക്കിക്കേ, ഇവിടെ ഫെസ്റ്റിവൽസിന്റെ പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതിന്റെ നെയിംസ് ഇവിടെ ഡിസോർഡർ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ കൊടുത്തിരിക്കുന്ന ഫെസ്റ്റിവൽസിന്റെ ചിത്രങ്ങളെ നമ്മൾ അതിന്റെ കറക്റ്റ് നെയിമിലേക്ക് വരച്ചു കൊടുക്കണം. ഓക്കെ, ഫസ്റ്റ് വൺ എന്താണ്? ഇതെന്താണ്? ദീപം തെളിയിക്കുന്ന ചിത്രമാണ് അല്ലേ? നമ്മൾ ഏത് ഫെസ്റ്റിവലിനാണ് ദീപം തെളിയിക്കാറ്? ദിവാലി. ഓക്കെ, ഇതിലേതാണ് ദിവാലി? വെരി ഗുഡ്. അപ്പൊ നിങ്ങൾക്ക് ഫെസ്റ്റിവൽസും ഗെയിംസും നന്നായിട്ട് വായിക്കാൻ അറിയണം. ഓക്കെ, അപ്പൊ നമ്മള് ദിവാലിയിലേക്ക് വരച്ചു കൊടുത്തു. അടുത്ത പിക്ചർ നോക്കിക്കേ, എന്താണ്? രണ്ട് കുട്ടികള് ഹഗ് ചെയ്യുന്നുണ്ട് അല്ലെ? ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്? ഒരു പള്ളിയുടെ മുറ്റത്ത് നിന്ന് വേറെ ഒരുപാട് ആളുകളുണ്ട്, രണ്ട് കുട്ടികൾ ഹഗ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് ഏത് ഫെസ്റ്റിവൽ ആയിരിക്കും? ഏത് ഫെസ്റ്റിവൽ ആയിരിക്കും? ഈദ്. വെരി ഗുഡ്. ഇതിലേതാണ്? ഈദ്. ഈദ്. ഓക്കെ, വെരി ഗുഡ്. ഇതാണ്. അപ്പൊ നമ്മള് ഇതിങ്ങനെ വരച്ചു കൊടുത്തു. ലാസ്റ്റ് വൺ പിക്ചർ നോക്കിക്കേ, എന്താണ് കാണുന്നത്? ഒരുപാട് കുട്ടികള് കളേഴ്സിന്റെ പൊടികൾ ഇങ്ങനെ മുഖത്ത് വാരി തേക്കുന്നുണ്ട് അല്ലേ? ഇതെന്താണ്? ഇത് ഏത് ഫെസ്റ്റിവലിനാണ് ഇങ്ങനെ ചെയ്യാറ്? ഹോളി. വെരി ഗുഡ്. ഇതിലേതാണ് ഹോളി? ഇതല്ലേ? അപ്പൊ അതങ്ങനെ വരച്ചു കൊടുത്തു. അപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് ഗെയിംസും ഫെസ്റ്റിവൽസും മാച്ച് ചെയ്യാൻ അറിഞ്ഞിരിക്കണം. മനസ്സിലായോ? അപ്പൊ നിങ്ങള് അതുകൂടെ ഒന്ന് പഠിച്ചു വെക്കാം. പിന്നെ എക്സാമിന് രണ്ട് പിക്ചേഴ്സ് കൊടുത്തിട്ട് അതിലെ ലെഫ്റ്റ് ഓർ റൈറ്റ് ടിക്ക് ചെയ്യാൻ ചോദിക്കാറുണ്ട്. അപ്പൊ നമുക്ക് അതിന്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ ചെയ്തു നോക്കാം. എല്ലാവരും ഇവിടെ നോക്കിക്കേ, ഇവിടെ രണ്ട് സ്റ്റാർസ് കൊടുത്തിട്ടുണ്ട് അല്ലെ? ക്വസ്റ്റ്യൻ നോക്കിക്കേ, എന്താണ്? ടിക്ക് ദ സ്റ്റാർ ഓൺ ദ ലെഫ്റ്റ് സൈഡ്. ഇതിൽ ലെഫ്റ്റ് സൈഡിൽ വരുന്ന സ്റ്റാർ ടിക്ക് ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയോ? ക്വസ്റ്റ്യൻ പേപ്പർ നേരെ മുൻപിൽ വെക്കുക, എന്നിട്ട് ഹാൻഡ് എടുക്കുക, രണ്ട് ഹാൻഡ് എടുക്കുക. നമ്മൾ ഭക്ഷണം കഴിക്കുന്ന ഹാൻഡ് ഏതാണ്? റൈറ്റ് ഹാൻഡ്. ഓക്കെ, നമ്മൾ ഭക്ഷണം കഴിക്കുന്ന ഹാൻഡ് റൈറ്റ് ഹാൻഡ്. ഓക്കെ, മറ്റേ ഹാൻഡ് അപ്പൊ ഏതായിരിക്കും? ലെഫ്റ്റ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ നോക്കുക, പിക്ചർ ഇങ്ങനെ നോക്കുക. റൈറ്റ് ആണ് ടിക്ക് ചെയ്യാൻ ചോദിച്ചത് എങ്കിൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന കൈയിന്റെ നേരെ വരുന്ന പിക്ചർ ടിക്ക് ചെയ്യാം. ലെഫ്റ്റ് ആണെങ്കിൽ നമ്മൾ ലെഫ്റ്റ് ഹാൻഡിന്റെ നേരെ വരുന്ന പിക്ചർ ടിക്ക് ചെയ്യാം. അപ്പൊ നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ എക്സാമിന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇതുപോലൊന്ന് ചെയ്യണേ. ഓക്കെ, അപ്പൊ നമുക്ക് ഇതൊന്ന് നോക്കാം. ഇതിൽ എന്താ ചോദിച്ചിരിക്കുന്നത്? ലെഫ്റ്റ് സൈഡിൽ വരുന്ന സ്റ്റാർ ടിക്ക് ചെയ്യാനാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഇതിന്റെ നേരെ ഇങ്ങനെ നിൽക്കുക. ഇതെന്റെ റൈറ്റ് ഹാൻഡ്, ഇതെന്റെ ലെഫ്റ്റ് ഹാൻഡ്. നിങ്ങൾ കാണുന്നില്ലേ? ഇതെന്റെ റൈറ്റ് ഹാൻഡ്, ഇതെന്റെ ലെഫ്റ്റ് ഹാൻഡ്. ഇവിടെ ലെഫ്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോ ഈ ഹാൻഡിന് നേരെ വരുന്ന സ്റ്റാർ ഇതാണ്. അപ്പോ ഇതാണ് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ വരുന്ന സ്റ്റാർ. അപ്പൊ ഞാനത് ടിക്ക് ചെയ്തു. മനസ്സിലായോ? മനസ്സിലായില്ലേ? ഓക്കെ, അപ്പൊ ഇതുപോലെ ലെഫ്റ്റും റൈറ്റും ഞാൻ ടിക്ക് ചെയ്യാൻ ചോദിക്കാറുണ്ട്. ചിലപ്പോൾ കളർ ചെയ്യാനായിരിക്കും വരിക, ചിലപ്പോൾ ടിക്ക് ചെയ്യാനായിരിക്കും വരിക. അപ്പൊ നിങ്ങൾ എന്തായാലും എക്സാമിന് പോകുമ്പോൾ കയ്യിൽ ക്രയോൺസോട് ഒന്ന് കരുതുക. ഓക്കെ, അപ്പൊ നിങ്ങൾ എക്സാമിന് പോകുന്നതിന് മുമ്പേ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ എല്ലാ ചാപ്റ്റേഴ്സും ഒന്ന് വായിച്ചിരിക്കണം. ഓക്കെ, പിന്നെ നെയിം ടു സോഴ്സ് ഓഫ് വാട്ടർ എഴുതാൻ സ്പെല്ലിംഗ് പഠിച്ചു വെക്കുക. നെയിം ടു യൂസസ് ഓഫ് വാട്ടർ പഠിച്ചു വെക്കുക. പിന്നെ സൺ, മൂൺ, ബോൾസ്, ബലൂൺസ് ഇതിന്റെയൊക്കെ സ്പെല്ലിങ്സും ഒന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, മനസ്സിലായോ? പിന്നെ ലെഫ്റ്റും റൈറ്റും പഠിച്ചു വെക്കുക. യെസ് ഓർ നോ, യെസ് ഓർ നോ എഴുതണമെങ്കിൽ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിച്ചിരിക്കണം. അതിലുള്ള ഓരോ സെന്റൻസും കൊടുത്തിട്ടാണ് യെസ് ഓർ നോ ചോദിക്കാറ്. ദ സ്കൈന്റെ ചാപ്റ്റർ ഒക്കെ നിങ്ങൾ നന്നായിട്ട് വായിച്ച് പഠിക്കണം കേട്ടോ. അതിനൊക്കെ ഒരുപാട് യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് പഠിച്ചു വെക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും EVS എക്സാമിൽ നല്ല മാർക്ക് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. വിഷ് യു ഓൾ ദ ബെസ്റ്റ്.